ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ക്രോഷ്യോ അമിഗുർമി പ്രോഡക്റ്റ്സ് ഒക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടാണ് എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൈസ് ചെയ്യുക എന്നുള്ളത്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇതൊരു ഓവർ പ്രൈസ്ഡ് പ്രോഡക്റ്റ് ആക്കും, അല്ലെങ്കിൽ ഒരു അണ്ടർ പ്രൈസ്ഡ് പ്രോഡക്റ്റ് ആക്കും. ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനേലും വളരെ കൂടുതലായിട്ടുള്ളൊരു പ്രൈസിങ് അതിന് കൊടുക്കും. അണ്ടർ പ്രൈസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന് എല്ലാ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടൻ എമൗണ്ട് കിട്ടുമ്പോൾ, അയ്യോ ഇത് കൂടുതലാകുമോ, ഇത്രയും രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ ഇല്ലയോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം നമ്മൾ ആ ഒരു എമൗണ്ട് കുറക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ലാഭം, നമ്മളിതൊരു ബിസിനസ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നമ്മൾക്കതിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് വേണം. നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഓവർ പ്രൈസ്ഡോ അണ്ടർ പ്രൈസ്ഡോ ആക്കരുത്. അതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഓവർ പ്രൈസ്ഡിൻ്റെയും അണ്ടർ പ്രൈസ്ഡിൻ്റെയും നടുക്കുള്ള ഒരു ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ വേണം നിങ്ങളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നിങ്ങളൊന്ന് ഫസ്റ്റ് എഴുതി വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് യാൺ വേണം, അതിനുള്ള സേഫ്റ്റി, ഇപ്പോൾ ഒരു ഡോളാണ് ഉണ്ടാക്കുന്നതിന് അതിനുള്ള സേഫ്റ്റി ഐസ് വേണം, സ്റ്റഫിങ് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓരോന്നിനുള്ള കോസ്റ്റും സൈഡിൽ എഴുതി വെക്കുക. അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലേബർ കോസ്റ്റ്. നിങ്ങളിത് മണിക്കൂറോളം ടൈം എടുത്തിട്ടാണ് നമ്മളിത് ഒരു പ്രോജക്റ്റും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ് വല്ലതുമായിരിക്കും പെർ അവർ റേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 മണിക്കൂറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക, 300. അപ്പോൾ ഈ എത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു 300 കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് മാർക്കപ്പ്. ഈ മാർക്കപ്പിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് പാക്കേജിങ് കാര്യങ്ങളൊക്കെ വരും. ചിലർ പാക്കേജിങ് ചെയ്യുന്നത് കവേഴ്സിലായിരിക്കാം, ചിലർ പാക്കേജിങ് നല്ല രീതിയിൽ ബോക്സിലൊക്കെ ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിലും കോസ്റ്റ് വരും. പിന്നെ അതിൽ അഡീഷണലായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിനും കോസ്റ്റ് വരും. ഇപ്പോൾ കവറാണെങ്കിലും അതിനും കോസ്റ്റ് വരും. ഈ ഈ ഒരു പാക്കേജിങ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ കോസ്റ്റാണ് വരുന്നത് അത് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഷിപ്പിംഗ്, നിങ്ങൾ ഷിപ്പ് ചെയ്യുമ്പോൾ ഷിപ്പിങ്ങിൻ്റെ പൈസയല്ല ഞാൻ പറയുന്നത്, ഷിപ്പിങ്ങിനും നമ്മൾക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. കാരണം ഷിപ്പിങ്ങിന് നമുക്ക് അതിൻ്റെ കവർ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത കവേഴ്സ് വേണമെങ്കിൽ അതിനും റേറ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രിൻറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അതിനും ഒരു റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ചിലവാക്കുന്നത്, ആ ഒരു എമൗണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചേർത്തിട്ടാണ് നമ്മളൊരു ഫൈനൽ പ്രൈസ് ചെയ്യുന്നത്. 3 കാര്യങ്ങളിൽ ഫസ്റ്റ് വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെ ഒരു ലേബർ ചാർജ്, പിന്നെ ഈ മാർക്കപ്പിൽ വരുന്നതാണ് ഈ പാക്കേജിങ് പ്രൈസും, അതോടൊപ്പം തന്നെ ഈ ഷിപ്പിംഗ് ചാർജ്, പിന്നെ മറ്റെന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസും. ഈ 3 കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മളൊരു ഫൈനൽ പ്രൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഉള്ള നിങ്ങളൊരു ഡൗട്ടായിരിക്കും, ഒരുപാട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് ആവില്ലേ, അപ്പോൾ അങ്ങനെ പ്രൈസ് ആയാൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുമോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത്രയും പെർഫെക്റ്റ് ആണ്, കാണാൻ അത്രയും ക്യൂട്ടാണ്, എല്ലാം നീറ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ വർക്കിന് നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഒരുപാട് മണിക്കൂറത്തെ ശ്രമങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റായിട്ട് പുറത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ റേറ്റ് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലവർക്ക് ഇത് ഭയങ്കര പ്രൈസി ആണല്ലോ എന്നുള്ളൊരു തോട്ട് വരും. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇതൊരു 100% ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾക്ക് ഒരു മെഷീൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതോ ഒന്നുമല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ സ്റ്റിച്ചും നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെന്തായാലും ഒരു പ്രൈസ് വരും. അത് അവരിലേക്ക് ആ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് മനസ്സിലാവുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും, ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും
ആ ഒരു കാരണം കൊണ്ടിട്ട് അണ്ടർ പ്രൈസ് ചെയ്യരുത്. കാരണം ഇത് അത്രയും എഫേർട്ട് ഇട്ട് ഓരോ ക്രോഷോ ആർട്ടിസ്റ്റും ചെയ്തെടുക്കുന്ന ഒരു പ്രോജക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ പ്രൈസ് ചെയ്യുമ്പോൾ ഫെയർ ആയിട്ട് പ്രൈസ് ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും നിങ്ങൾ കാര്യം പറയുക, അവർക്കും കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് പ്രൈസിങ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ക്രോഷോ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ടിപ്സും ട്രിക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.